KPCC നേതൃമാറ്റത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഹൈക്കമാൻഡ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പുതിയ അധ്യക്ഷനെ ഉടൻ തന്നെ പ്രഖ്യാപിച്ചേക്കും. കെ സുധാകരന് പകരം ആന്റണി അധ്യക്ഷനായേക്കുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലും നമുക്ക് ലഭിക്കുന്ന വിവരം. നേതൃമാറ്റത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരനെ അനുനയിപ്പിക്കാനായി പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കാനും ആലോചനയുണ്ട്. നേതൃമാറ്റ ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് കെ സുധാകരൻ പ്രതികരിച്ചില്ല. ഒന്നും പറയാനില്ല മക്കളെ, പോയി കടും ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നത്. റോഷിപാലുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, കെ സുധാകരന്റെ ശരീരഭാഷ ഇടഞ്ഞു നിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്താണ്? ആന്റണി തന്നെയല്ലേ നേതൃസ്ഥാനത്തേക്ക് വരാൻ പോകുന്നത്? ഹൈക്കമാൻഡ് തീരുമാനങ്ങൾ ഏറ്റവും ഒടുവിൽ എപ്പോൾ പ്രഖ്യാപിക്കും? വിനീത, നേതൃമാറ്റ ചർച്ചകളൊക്കെ നേരത്തെ പൂർത്തിയായതാണ്. ഇനി പ്രഖ്യാപനം മാത്രമാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തും കെ സുധാകരനെ മാറ്റി പകരം ആന്റണിയെ എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് മാത്രം. ഒന്ന്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് നിന്നും ദില്ലിക്ക് തിരിച്ചത്. സ്വാഭാവികമായും ദില്ലിയിൽ എത്തിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഏതായാലും ഈ കാര്യം നേരത്തെ തന്നെ കെ സുധാകരനെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അറിയിച്ചതാണ്. നേതൃമാറ്റത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് ചർച്ചകളിൽ ആ സൂചന കൃത്യമായി നൽകിയതുമാണ്. വളരെ നേരത്തെ തന്നെ ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് KPCCയിൽ ഉടച്ചുവാർക്കാനുള്ള ഒരു തീരുമാനമെടുത്തതാണ്. പക്ഷേ പല ഘട്ടങ്ങളിലായി കെ സുധാകരനെ അനുകൂലിക്കുന്നവർ പൂർണ്ണമായുള്ള പുനഃസംഘടനയ്ക്ക് കടുത്ത എതിർപ്പുയർത്തിയ ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെയാണ് തീരുമാനം വൈകിയത്, പ്രഖ്യാപനം വൈകിയത്. പക്ഷേ ഇനിയും പ്രഖ്യാപനം വൈകിയാൽ തീരുമാനം വൈകുന്നത് ഗുണകരമാകില്ല എന്ന ഒരു വിലയിരുത്തൽ ഹൈക്കമാൻഡുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരക്കിട്ട രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കഴിഞ്ഞ ദിവസം സുധാകരനെ ദില്ലിക്ക് വിളിപ്പിച്ചത്. പക്ഷേ എതിർപ്പ് ഇപ്പോഴും സുധാകരനും സുധാകര പക്ഷവും ഉയർത്തുന്നുണ്ട്. കടുത്ത എതിർപ്പാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ആ എതിർപ്പ് കൃത്യമായി ഉയരുന്നുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലായി പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളും ആ സുധാകരന്റെ അതൃപ്തി പ്രകടമാക്കുന്നതുമാണ്. സ്വാഭാവികമായും തീരുമാനം പ്രഖ്യാപിച്ചാൽ എങ്ങനെയായിരിക്കും കെ സുധാകരന്റെ പ്രതികരണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നേതാക്കൾ ഒരു വട്ടം കൂടി കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. KC വേണുഗോപാൽ അടക്കം കെ സുധാകരനുമായി സംസാരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ആന്റണിയും സംസ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ദില്ലിക്ക് പോകുമെന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും കോട്ടയത്ത് ആന്റണി തുടരുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ ഒരുപക്ഷെ KPCC നേതൃമാറ്റ പ്രഖ്യാപനം, ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നേതൃമാറ്റ ചർച്ചകൾക്കിടെ കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് പാലക്കാട് നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കെ സുധാകരൻ ഇല്ലെങ്കിൽ കേരളത്തിൽ CPIM മേഞ്ഞു നടക്കുമെന്നും അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ വീണ്ടും ഇടതു സർക്കാർ ഭരണത്തിൽ വരുമെന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. നേതൃസ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റാൻ ശ്രമിക്കുന്നവർ LDF ഏജന്റുമാരാണെന്നും പോസ്റ്ററിലുണ്ട്. പാലക്കാട് DCC ഓഫീസിന് സമീപത്താണ് കോൺഗ്രസ് രക്ഷാവേദിയുടെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്.